RSSന്റെ പതാക ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വനിതയുടെ ചിത്രം നിരന്തരമായി പ്രതിഷ്ഠിക്കുകയും ആ വനിതയെ പൂജിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് കേരളത്തിലെ ഗവർണർ മാറുകയാണ്. ഇപ്പോഴിതാ വീണ്ടും കാണുവാൻ വേണ്ടി കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ കേന്ദ്രമായിട്ടുള്ള കേരള സർവകലാശാലയ്ക്കകത്ത് അവിടെ നടക്കുന്ന പരിപാടിക്കകത്തും RSSന്റെ വേദികളിൽ പ്രതിഷ്ഠിക്കുന്ന ചിത്രത്തെ ബിംബമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ചിത്രത്തെ പൂജിക്കുന്ന നിലയിലേക്ക് കേരള സർവകലാശാലയുടെ ആസ്ഥാനം മാറുകയാണ്. ഇത് അനുവദിക്കാൻ വേണ്ടി കഴിയില്ല. ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധം അന്ന് തന്നെ SFI ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അതിന്റെ ഭാഗമായി കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് ആ പരിപാടി അവിടെ റദ്ദു ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുന്ന നിലയുണ്ടായി. കേരള സർവകലാശാലയുടെ നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമായി കേരള സർവകലാശാലയ്ക്കകത്ത് ഒരു മതചിഹ്നം ഉപയോഗിച്ചുള്ള പരിപാടി റദ്ദു ചെയ്യുവാൻ വേണ്ടി കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തീരുമാനിക്കുമ്പോൾ ആ റദ്ദു ചെയ്യുന്ന തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടി രജിസ്ട്രാർ തയ്യാറാകുമ്പോൾ ആ രജിസ്ട്രാർക്കിടെ നടപടിയെടുക്കുന്ന നിലയിലേക്ക് കേരള സർവകലാശാലയിലെ ചാൻസലറായിട്ടുള്ള ഗവർണറും VCയും തയ്യാറായി മുന്നോട്ട് വരികയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് സർവകലാശാല നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അടിയന്തരമായി സർവകലാശാല രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി പിൻവലിക്കാൻ വേണ്ടി ഗവർണറും VCയും തയ്യാറായില്ലെങ്കിൽ വലിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് SFI വേദിയൊരുക്കുമെന്നാണ് ഇവിടെ പറയുവാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ സർവകലാശാലയുടെ ചാൻസലറോട് SFI കൃത്യമായും പറഞ്ഞു വെക്കുന്നു, ഇത് കേരളമാണ്. സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള ഗവർണർ ഭരണഘടന പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ സർവകലാശാലയുടെ ചാൻസലറെ ഭരണഘടന പഠിപ്പിക്കുവാനാണ് SFIയുടെ തീരുമാനമെന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്.